എത്ര കടുംപിടുത്തം പിടിച്ചാലും, എത്ര തൂങ്ങിയാടി നിന്നാലും, ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ചാലും പിണറായി വിജയനും MV ഗോവിന്ദനും അതത് സ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ടി വരും എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കാരണം CPM എന്ന പാർട്ടിയെ, ഇടതുപക്ഷത്തെ ഇത്ര വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടത് ഇവർ രണ്ടുപേരും മാത്രമാണ്, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തികളാണ്, ഇവരുടെ തീരുമാനങ്ങളാണ്, ഇവരുടെ രാഷ്ട്രീയ സ്വേച്ഛാധിപത്യമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ ഒട്ടുമിക്ക സഖാക്കൾക്കും അതുപോലെയുള്ള ഇവരുടെ CPMന്റെ വിവിധ കമ്മിറ്റികൾക്കുമൊക്കെ മനസ്സിലായി കഴിഞ്ഞു. തീർച്ചയായിട്ടും മാറേണ്ടി വരും. കാരണം ഒരു പാർട്ടി സംവിധാനം എതിരെ നിന്നാൽ, ജനങ്ങൾ എതിരെ നിന്നാൽ എത്ര വലിയ ഏകാധിപതിയായാലും മാറേണ്ടി വരും. അങ്ങനെ കടുംപിടുത്തം പിടിച്ച് കടിച്ചു തൂങ്ങിയിരിക്കാനൊന്നും പറ്റില്ല എന്നാണ് ചില മുതിർന്ന സഖാക്കൾ രഹസ്യമായും പരസ്യമായും പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് CPMൽ തലമുറ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന് ചില മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സ്ഥാനം ഒഴിയും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. P രാജീവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവും ആകാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. പക്ഷേ പിണറായി വിജയൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എന്നും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായ ഭരണവിരുദ്ധ വികാരവും സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയും ഗൗരവമായിട്ടാണ് CPM പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയത്. നേതൃമാറ്റം അടുത്ത മാസം 2ാം വാരം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം പിണറായി സർക്കാരിലെ ഭൂരിപക്ഷം മന്ത്രിമാരും പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗോവിന്ദനും പിണറായി വിജയനും ഒഴിഞ്ഞു മാറാനാകില്ല എന്നും PB വിലയിരുത്തിയതായി അറിയുന്നു. ജനവികാരം മനസ്സിലാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതിൽ ഗോവിന്ദന്റെ നേതൃത്വം പൂർണ്ണമായി പരാജയപ്പെട്ടു. മന്ത്രിമാരുടെ പ്രവർത്തന മികവ് വിലയിരുത്തുന്നതിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പിണറായിയുടെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന ആരോപണമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള നീക്കം നിയമസഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാത്തതിന് കാരണം പിണറായി വിജയന്റെ കഴിവുകേടാണ് എന്നും പറയപ്പെടുന്നു. ഈ വിഷയത്തിൽ മുൻ സർക്കാരിനെതിരെ ഭരണപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല എന്നും പോളിറ്റ് ബ്യൂറോ, അവരുടെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയാണ് വിലയിരുത്തിയത്. തീർച്ചയായിട്ടും അവനവന്റെ തെറ്റുകുറ്റങ്ങൾ അവനവൻ തന്നെ ആദ്യം മനസ്സിലാക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു കാര്യം. CMRL എക്സാലോജി കേസിൽ പിണറായിയുടെ മകൾ വീണയെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അവമതിപ്പുണ്ടാക്കി. കേസിൽ ഇവർ അറസ്റ്റിലായാൽ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്ന ആവശ്യം ഭരണപക്ഷവും BJPയും ഉന്നയിക്കും. മകനെതിരെ കേസ് വന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ PBയിലടക്കം നടത്തിയതായി അറിയുന്നു. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം പരാജയപ്പെട്ടതും നിശ്ചലമായതുമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തോൽവി ഉണ്ടായതിന് കാരണം. അതിലൊക്കെ തന്നെ തീർച്ചയായിട്ടും MV ഗോവിന്ദന് കൃത്യമായ പങ്കുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി മാത്രം നടന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് എന്നുള്ള കാര്യം അത് PB യോഗം പരസ്യമായി തന്നെ വിലയിരുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. MA ബേബി അടക്കമുള്ള ആളുകൾ അത് ചൂണ്ടിക്കാട്ടിയതായി കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തെറ്റുകൾ തുറന്നു പറഞ്ഞ് ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാനാണ് കേരള ഘടകത്തിന് PB ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നറിയുന്നു. തെറ്റുകൾ തുറന്നു പറയുകയില്ല, തോറ്റെന്ന് പോലും സമ്മതിക്കുകയില്ല. പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവായി KN ബാലഗോപാലും സംസ്ഥാന സെക്രട്ടറിയായി P രാജീവും വരും എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എത്രത്തോളം ഇത് പ്രാവർത്തികമാകും എന്നത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയണം. കാരണം CPM ആണ് പാർട്ടി, പിണറായിയാണ് അതിൻ്റെ എല്ലാ അധികാര സ്ഥാനങ്ങളും കൈയാളുന്നത്. പിണറായിക്ക് കൂട്ടായി MV ഗോവിന്ദനുമുണ്ട്. പക്ഷേ വലിയ ഒരു തോൽവിയിലേക്ക് എത്തപ്പെട്ടു. ഇനിയും കനത്ത തോൽവിയിലേക്കൊക്കെ തന്നെ പോകാനും പാർട്ടി സംവിധാനം തന്നെ ഇല്ലാതാകാനുമുള്ള സാധ്യത, ബംഗാൾ മോഡൽ അല്ലെങ്കിൽ ത്രിപുര മോഡൽ ഉണ്ടാകാനുള്ള സാധ്യത PB തള്ളിക്കളയുന്നില്ല. പിന്നെ ഈ PB ഒന്നും കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനത്തിന് ഒരു പോളിറ്റ് ബ്യൂറോയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പോലും അവശേഷിക്കുന്നുണ്ട്. CPMൽ വലിയ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ഡൽഹിയിൽ നിന്നുള്ള PB യോഗത്തിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ അത് എങ്ങനെ നടക്കും, എന്ന് നടക്കും എന്നത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയുക തന്നെ വേണം.